ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹാട്രിക് വിജയം സ്വപ്നം കണ്ടിറങ്ങുന്ന ബി.ജെ.പി. വോട്ടിനായി മുന്നോട്ട് വയ്ക്കുന്നത് ഒരു കാര്യം മാത്രമാണ്. അത് രാമക്ഷേത്ര നിർമ്മാണമാണ്. 28 വർഷങ്ങളായുള്ള കാത്തിരിപ്പ് മോദി സർക്കാർ അവസാനിപ്പിച്ചു എന്ന മുദ്രാവാക്യം ഇപ്പോഴേ ബി.ജെ.പി. അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കൈമാറിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സമാന രീതിയിലുള്ള ആയിരക്കണക്കിന് പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. ഉയർത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ പൂർത്തിയാക്കിയതിന് പിന്നാലെ ബി.ജെ.പി. അടുത്ത ചുവട് വയ്ക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കാണ്. നാളിതുവരെ അവർ തയ്യാറാക്കിയ പദ്ധതി പ്രകാരം കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി. നിൽക്കുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യയും രാമക്ഷേത്രവും ബി.ജെ.പി. ഉയർത്തിപ്പിടിക്കുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക് അതിന് മറുപടി എങ്ങനെ നൽകാമെന്ന ചിന്തയിലാണ് പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ നിൽക്കുന്നത്. രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ ഹൈന്ദവ ഭക്തരെ കൂടെ നിർത്താൻ ബദൽ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ. എന്തായാലും രാമായണ പാരായണം നടത്തി ആം ആദ്മി പാർട്ടി തുടക്കം കുറിച്ച ക്യാമ്പയിൻ മാതൃകയിൽ കൂടുതൽ പരിപാടികൾ നടത്താനാണ് വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷം നീക്കം നടത്തുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രം തന്നെയാണ് ഈ വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ബി.ജെ.പിയുടെ തുറുപ്പിച്ചിട്ട്. ഇത് അവർ പറയാതെ തന്നെ പല കുറി പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യ ഹൃദയഭൂമി ഉൾപ്പെടെ ഉത്തരേന്ത്യയിലെ വിശ്വാസി സമൂഹത്തെ അയോധ്യ രാമക്ഷേത്രത്തിലൂടെ കയ്യിലെടുക്കാം എന്നാണ് ബി.ജെ.പി. കണക്കുകൂട്ടുന്നത്. കേരളത്തിൽ പര്യടനം നടത്തുന്ന പ്രധാനമന്ത്രി മോദി തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം സന്ദർശിച്ചതും ഇതേ അജണ്ടയുടെ ഭാഗമാണ് എന്നതാണ് വസ്തുത. ശ്രീരാമനുമായി വിശ്വാസപ്രകാരം കൂട്ടിയിണക്കുന്ന ക്ഷേത്രങ്ങളിലെല്ലാം ബി.ജെ.പി. നേതാക്കൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇതേ നാണയത്തിൽ തന്നെ ബി.ജെ.പിക്ക് മറുപടി നൽകാൻ പ്രതിപക്ഷ പാർട്ടികൾ തമ്മിൽ രഹസ്യമായി ധാരണയിലെത്തിയിട്ടുണ്ട്. അയോധ്യയെയും രാമക്ഷേത്രത്തെയും ചുറ്റിപ്പറ്റിയുള്ള വിശ്വാസികളുടെ വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് പോകാതിരിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകങ്ങൾ അയോധ്യ സന്ദർശിക്കാൻ ഒരുങ്ങുമ്പോൾ അയോധ്യയിൽ ശിലാന്യാസം നടത്തിയത് രാജീവ് ഗാന്ധിയാണെന്ന പ്രസ്താവനയോടെ എൻ.സി.പിയും പിന്തുണ നൽകുന്നുണ്ട്. ഹിന്ദുമത വിശ്വാസപ്രകാരം ശ്രീരാമപത്നി സീതയുടെ ജന്മസ്ഥലമായി കണക്കാക്കുന്നത് ബീഹാറിനെയാണ്. സീതാക്ഷേത്രത്തിന്റെയും തീർത്ഥാടന ടൂറിസം സർക്യൂട്ടുകളുടെയും പ്രചരണത്തിനാണ് ജെ.ഡി.യു നേതൃത്വം നൽകുന്ന ബീഹാർ സർക്കാർ ഇപ്പോഴുള്ളത്. സീതാ ജന്മഭൂമി കേന്ദ്രീകരിച്ച് കൂടുതൽ വിശ്വാസ സംബന്ധമായ പരിപാടികൾ നടത്താനും ജെ.ഡി.യു നീക്കം നടത്തുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ആരംഭിച്ച രാമായണ പാരായണ ക്യാമ്പയിനുമായി മുന്നോട്ടു പോകാനുള്ള ആം ആദ്മി പാർട്ടിയുടെ തീരുമാനവും ബി.ജെ.പിക്ക് തലവേദന തന്നെ സൃഷ്ടിക്കുന്നു.